എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിഷിത. പലപ്പോഴും പൊതുജനങ്ങൾ, നമ്മൾ ഡോക്ടർമാരും കേൾക്കുന്ന ചില സംശയങ്ങളാണ് എൻ്റെ ഒരു പേഷ്യൻ്റ് ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ശരീരം വേദനയാണ്, രാവിലെ ഒന്നും എഴുന്നേൽക്കാനേ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കിഡ്നി ഇങ്ങനെ ഒരെണ്ണേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും നാൾ ആയുർവേദം ചെയ്യാതിരുന്നത് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം ആയുർവേദം കഴിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗാൻസിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, ഒന്നെങ്കിൽ അത് കൂടുതലും കിഡ്നീനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ചെയ്യാതിരുന്നത്, ഒരു പേടി പോലെ. കാരണം ആ കിഡ്നിയും കൂടെ ഫെയിലായിപ്പോയാൽ പിന്നെ വേറെ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതും റിസ്ക് അല്ല ഈ ഏജിലൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ ഞാൻ മടിച്ചങ്ങനെ നിന്നതാണ്. പിന്നെ ഇപ്പോൾ ഒട്ടും ശരീരം പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പൊതുവെയുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ സംശയമാണ്, കിഡ്നി ലിവർ അസുഖങ്ങൾ ഇപ്പോൾ കൂടുന്നത് ആയുർവേദ മരുന്നുകളോ ഹെർബൽ മെഡിസിൻസോ എടുക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത്. പൊതുവെ അങ്ങനെയൊരു പരക്കെ അങ്ങനെയൊരു സംസാരമുണ്ട്. അത് പലപ്പോഴും ഹെൽത്ത് പ്രൊഫഷണൽസ് തന്നെയാണ് പൊതുജനങ്ങളെ ഇത് ധരിപ്പിക്കുന്നത്. എന്നാൽ പഠനങ്ങളുടെ അനുസരിച്ച് ഇന്ത്യയിലെ ലിവർ കേസുകൾ കൂടുതലായി വരുന്നതിൻ്റെ കാരണങ്ങൾ പൊതുജനങ്ങളായാലും നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് നമുക്ക് ധരിക്കേണ്ടി വരും. ആദ്യമായിട്ട് ഇന്ത്യയിൽ കിഡ്നി ഡിസീസുകൾ ഉണ്ടാവാനുള്ള കാരണം ഇവിടെ പ്രമേഹ രോഗികളും അമിതമായ രക്തസമ്മർദ്ദം കൂടുതലുള്ള രോഗികളും ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രമേഹ രോഗികളും രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്കും കിഡ്നി ഡിസീസുകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പ്രമേഹവും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും ഒക്കെ കിഡ്നി ഡിസീസുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പലതരം ഇൻഫെക്ഷൻസ്, കിഡ്നീനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, ട്രീറ്റ് ചെയ്യാതെ കൊണ്ടു നടക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ മുതൽ ട്യൂബർകുലോസിസ് TB കൊണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് വരെ കിഡ്നിയെ ബാധിച്ച് കിഡ്നിയെ ഡാമേജ് ചെയ്യാൻ പ്രധാന കാരണമാണ്. പിന്നെ ഇതിലൊക്കെ വലിയൊരു കാരണം ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. സെഡൻഡറി എന്ന് പറഞ്ഞാൽ ഒരേ ഇരിപ്പ് ജോലി, എക്സസൈസ് ഇല്ലായ്മ, ഹെൽത്തി ഫുഡ് കഴിക്കാത്തത് എല്ലാം നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, നമ്മുടെ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ കേരളീയരിൽ ഏറ്റവും കൂടുതൽ കിഡ്നി അസുഖങ്ങൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കുന്നു? നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, പലതരം ജങ്ക് ഫുഡുകൾ നമ്മൾ കഴിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ഒട്ടും ചേരാത്ത പല രാജ്യങ്ങളിലെ കുസീൻസ് നമ്മൾ ഫുഡ് സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണം. പിന്നെ മെഡിക്കേഷൻസും പല മെഡിസിൻസും, പല മരുന്നുകളും നമ്മുടെ കിഡ്നിയെ ബാധിക്കാറുണ്ട്. നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരമില്ലാതെ ഫാർമസികളിൽ നിന്ന് വാങ്ങി ഒരുപാട് കഴിക്കുന്ന ഏറ്റവും പ്രധാന മരുന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെയുള്ള മരുന്നുകൾ, അത് ഏത് മരുന്നായാലും, ആയുർവേദമായാലും അലോപ്പതി ആയാലും, ഒരു ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഒരുപാട് കഴിക്കുന്ന ഓവർ ദ കൗണ്ടർ വാങ്ങി കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ കിഡ്നിയെ ബാധിക്കും. ഒരു ഡോക്ടർ ഒരിക്കലും കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള മരുന്ന് കുറിക്കില്ല. അത്രയും ഡോസിലോ അത്രയും കാലയളവിലോ കുറിക്കില്ല. പിന്നീട് ഇതിൻ്റെയൊക്കെ ഈ കിഡ്നി ഡിസീസുകൾ കൂടുതൽ വഷളാവാനുള്ളൊരു കാരണം ഇതിൻ്റെ ബോധവൽക്കരണ കുറവ് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തൈറോയ്ഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, ഷുഗറിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഹൈപ്പർ ടെൻഷൻ്റെ ടെസ്റ്റുകൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുന്നത് നമുക്കത് ആയിരിക്കുന്നു. ഇത്തരം അസുഖങ്ങൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കിഡ്നി ഡിസീസുകൾ വരാൻ സാധ്യതയെക്കുറിച്ച് ആളുകൾക്ക് ബോധവൽക്കരണം കുറവായതുകൊണ്ട് തന്നെ ഇത് നോക്കുന്നതും കുറവാകുന്നു. അപ്പം രോഗം വഷളായാണ് പലപ്പോഴും അവസാനം നിമിഷത്തിലേക്കൊക്കെയാണ് അറിയപ്പെടുന്നതും അത് രോഗിയുടെ ജീവന് ആപത്തായിട്ട് വരികയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാരണം പരിസ്ഥിതിയാണ്. നമ്മുടെ പരിസ്ഥിതിയിലുള്ള ടോക്സിൻസ് ഒരു പ്രശ്നമാണ്. പല മെറ്റാലിക് ആയിട്ടുള്ള ടോക്സിൻസൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന പരിസ്ഥിതിയിലുള്ള വിഷാംശങ്ങൾ, പരിസ്ഥിതി മലിനീകരണം ഒരു കാരണമാണ്. ഇനി ലിവർ ഡിസീസുകളുടെ കാരണം എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ട് നമുക്കറിയാം,
ഇന്ത്യയിൽ ആൽക്കഹോൾ തന്നെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസൊക്കെ വരാറുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം പല അസുഖങ്ങളാണ്. നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തത്തിൻ്റെ പല വകഭേദങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ലിവറിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അവ ഡയഗ്നോസ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് ലിവറിനെ പിന്നീട് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും, അതായത് പ്രമേഹമാവട്ടെ, അമിത രക്തസമ്മർദ്ദം, അമിതമായിട്ടുള്ള തടി, അതേപോലെ തന്നെയുള്ള സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ആഹാരം, വിഹാരങ്ങൾ, എക്സസൈസ് ഇല്ലായ്മ, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം നമ്മുടെ ലിവറിൻ്റെ ബാധിക്കുന്ന പ്രധാന കാരണമാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന എലിപ്പനി, ഡെങ്കു, മലേറിയ തുടങ്ങിയ എല്ലാ അസുഖങ്ങളും പിൽക്കാലത്ത് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ലിവർ ഡിസോർഡർ. അതേപോലെ തന്നെ മെഡിസിൻസും ലിവറിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും. നോൺ സ്റ്റിറോയിഡൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഒരു ഡോക്ടറെ നിർദ്ദേശമില്ലാതെ എടുക്കുകയും അമിതമായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും പെയിൻ കില്ലേഴ്സൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അതുതന്നെ ലിവറിൻ്റെ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. എന്നാൽ ഹെർബൽ മെഡിസിൻസ് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കും. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈദ്യന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പച്ചമരുന്നുകൾ ഡയറക്റ്റായിട്ട് കഴിപ്പിക്കുന്നുണ്ട്. കാരണം അത് ഒരു ഡോക്ടർക്ക് മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ, മരുന്നിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ, അതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയുകയുള്ളൂ. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആളുകൾ പറയുന്നതും അരച്ച് കലക്കി കുടിക്കാൻ ആളുകൾക്കൊരു മടിയുമില്ല. അങ്ങനത്തെ ഡയറക്റ്റായിട്ട് അരച്ച് കലക്കി കുടിക്കലും ഉള്ള കാര്യങ്ങളും, അതുമല്ല പറ്റമൂലി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഷുഗറിന് നല്ലതാണ്, പ്രഷറിന് നല്ലതാണെന്ന രീതിയിൽ കഴിക്കുന്ന പല മരുന്നുകളും അമിത ഡോസുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഡോസിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ, ദീർഘകാലയളവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് കിഡ്നി, ലിവർ ഒക്കെ ബാധിക്കും. അത് ഒരു ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല, നമ്മൾ എടുക്കുന്നവരുടെ കുറ്റമാണ്. കാരണം നിർദ്ദേശമില്ലാതെ എന്ത് ഒറ്റമൂലിയും പച്ചമരുന്നാണ് എന്നുള്ള രീതിയിൽ, ദോഷമില്ലാത്ത രീതിയിൽ ഒരുപാട് കാലം എടുക്കുന്നത് അപകടമാണ്. കാരണം അതിൻ്റെ ഡോസ് കറക്റ്റല്ല, അത് എത്ര കാലം എടുക്കണം എന്നുള്ളത് കൃത്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു ശാസ്ത്രത്തിനെയും ദോഷമല്ല, പഠിച്ച ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സ നേടാത്തതിൻ്റെ കുറ്റമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിലധികവും കിഡ്നി, ലിവർ ഡിസോർഡറുകൾ ഉണ്ടാവാനുള്ള കാരണം. അല്ലാതെ വളരെ കാലമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ആയുർവേദ മരുന്നുകൾ ഒരിക്കലും നിങ്ങളുടെ കിഡ്നിയോ ലിവറിനെയോ ബാധിക്കുന്ന തരത്തിൽ ഒരു ആയുർവേദ ഡോക്ടർമാരും എഴുതി തരികയില്ല. എപ്പോഴെങ്കിലും ദശമൂലാരിഷ്ടം കഴിച്ചിട്ടുണ്ടോ, എന്നാൽ നിങ്ങളുടെ കിഡ്നി പോയത് അതാണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത്. അത് മറ്റൊരു തരത്തിലുള്ള അജണ്ടയാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഏത് മെഡിസിൻ ആയാലും മെഡിസിൻ എന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.